സോ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫയർ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കോൾഡോബേറ്റെ പറ്റിയൊരു ടാക്റ്റിക്കൽ അനലൈസ് വീഡിയോ തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കോൾഡോബേറ്റെ പറയുമ്പോൾ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈൻ ചെയ്ത ഒരു ഐ തിങ്ക് 30-കാരൻ എന്തോ ആണെന്ന് തോന്നുന്നു കോൾഡോബേറ്റെ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഞാനൊരു വേണ്ടത്ര സ്ക്രിപ്റ്റ് ഒന്നും വെച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നുള്ള സംഭവങ്ങൾ പറഞ്ഞു തരികയാണ്. സോ കോൾഡോബേറ്റയെ പറ്റി നമുക്ക് ആദ്യം തന്നെ പറയുമ്പോൾ കോൾഡോബേറ്റയുടെ നെഗറ്റീവുകളും പോസിറ്റീവുകളും നമുക്ക് പറയാം. കോൾഡോബേറ്റയുടെ ആദ്യം തന്നെ നെഗറ്റീവ് തന്നെ പറഞ്ഞു തുടങ്ങണമെന്നാണോ? നെഗറ്റീവ് തന്നെ പറഞ്ഞു തുടങ്ങാം. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്താ പറയുക, ആളൊരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ എണ്ണം 4 അത് കൂടിപ്പോയ ഒരു 15. നമുക്കിപ്പോൾ ഒരു മിനിമം ഒരു 10 ഗോൾ വരെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ആളടുത്തുനിന്ന്. കൂടിപ്പോയ ഒരു 7. ഓക്കെ, ഒരു 7 ഓർ 10 ഈ ഒരു റേഞ്ചിലേ നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് ഗോൾ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന് എന്താ പറയുക, നല്ല നല്ല ക്വാളിറ്റി ടച്ചസ്. വലിയ രീതിക്ക് സ്കില്ല് കാണിക്കുന്ന പ്ലെയറൊന്നുമല്ല ആൾ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് സ്കില്ലറാണ്. പക്ഷേ സ്പെയിനുകാരനായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു പവറൊക്കെ ഉണ്ട് ആളുണ്ട്. അത്തരത്തിലുള്ള ചില സമയത്ത് സ്കില്ല് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ സ്റ്റാറ്റസുള്ള പ്ലെയറേ അല്ല. വളരെ കുറച്ച് ഗോളുകൾ, അതായത് കുറേ മത്സരം കളിച്ചിട്ട് എന്നിട്ട് പോലും കുറച്ച് ഗോളേ കിട്ടിയിട്ടുള്ളൂ എന്നതാണ്. ചില മത്സരങ്ങൾ അത്യാവശ്യം പ്ലേയിങ് ടൈമും കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും ഗോൾ കുറവാണെന്നുള്ളത് കുറച്ച് നിരാശയാണ്. പക്ഷേ നമുക്ക് ഇനി അഡ്വാൻറ്റേജിലേക്ക് കിടക്കുന്ന സമയത്ത് ആൾ നന്നായിട്ട് ഗോളടിപ്പിക്കും. ഫോക്കൽ പോയിൻറ്റ് സ്ട്രൈക്കറാണ്. അതായത് ടാർഗറ്റ് മാൻ ഒന്നായിട്ട് കാണാൻ പറ്റില്ല ഇയാളെ. ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ കോൾഡോബേറ്റ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സ്ട്രൈക്കർ മോഡലാണ്. എന്താ പറയുക, സെൻട്രൽ ഫോർവേഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെൻട്രൽ ഫോർവേഡ് ആണെങ്കിൽ ഐ തിങ്ക് ഫാൾസ് നയനിലൊക്കെ ഇത് ഉൾപ്പെടുത്താം. എനിക്ക് തോന്നുന്നു ഒരു ഫാൾസ് നയനിൽ ഇത് യൂസ് ചെയ്യാൻ ചാൻസ് ഹൈ ആണെന്നാണ്. ഇദ്ദേഹമാണ് സെൻട്രൽ ഫോർവേഡ്. അതായത് ഇപ്പം ഫാൾസ് നയൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫോർവേഡ്. അത് ഞാൻ വേറൊരു വീഡിയോ തന്നെ പറഞ്ഞുതരാം. കോൾഡോബേറ്റയെ പറ്റി എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പ്ലെയറാണ് ആൾക്ക് ഇവിടെ വന്ന് കത്താൻ പറ്റുക. എനിക്ക് എനിക്ക് ഇതിനെത്താൻ പറ്റിയ വലിയൊരു ക്ലൂ കിട്ടിയിട്ടില്ല. നമുക്കൊരു ഇന്നൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് അത്തരത്തിലൊരു ഇത് കിട്ടിയിട്ടില്ല. അതായത് ഇപ്പം അത് നന്നായി കളിക്കും തോന്നുന്നുണ്ട്, എന്നാൽ ചില ഭാഗത്ത് മിസ്റ്റേക്ക് വരുത്തുമെന്നും തോന്നുന്നുണ്ട്. ഈ സീസൺ തന്നെ എന്താവും നമുക്കറിയില്ല. അത് തന്നെ നമുക്ക് കണ്ടന്റ് അറിയാം. സൂപ്പർ കപ്പിലാണ് ആളുടെ പെർഫോമൻസ് കിടക്കുന്നത്. സോ ആൾ കളിക്കട്ടെ, സൂപ്പർ കപ്പിൽ നന്നായി കളിക്കട്ടെ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ടച്ച്, അത് പന്ത് പോലും അറിയാത്ത ടച്ചസാണ് ആൾ വരുത്തുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ചിലാണ് പലപ്പോഴും ഗോൾ വീഴാറുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശത്രുപാളയങ്ങൾ പൊട്ടി വീഴാറുള്ളത്. അതായത് അദ്ദേഹത്തിന് ഒരു പന്ത് കിട്ടും, സോ അദ്ദേഹം ബോക്സിനുള്ളിൽ ഒരു ടച്ച് ചെയ്യും. ആ ഒരു ടച്ചിൽ അദ്ദേഹത്തിന് ആക്യുറസി കിട്ടും. ആ ആക്യുറസിയിലാണ് അദ്ദേഹം ഷോട്ട് അടിക്കുന്നത്. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം ഇപ്പം ടാപ്പിനും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കൊരു പാറ്റേൺ ആയി തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ റീബൗണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പം ഗോൾ കീപ്പർ അടിച്ച് കിട്ടുന്ന അങ്ങനത്തെ പന്തിലൊക്കെ പോയിട്ട് ചാർജ് ചെയ്തൊരു ഷൂട്ട് അടിച്ച് കൊണ്ട് പന്ത് വലയിലാക്കുന്നത്. അതായത് ഇപ്പം എങ്ങനെ പറയാം, ബോക്സിൻ്റെ പുറത്തേക്കൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. അതായത് ഒരു ചെറുതായി സ്ലോ ലെവൽ അങ്ങനത്തെ ഒരു, ഇപ്പം എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോൾ കീപ്പർ അടിച്ച് തിരിച്ച് കിട്ടുന്ന ഒരു ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അതൊക്കെ ആൾ നന്നായി ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സെക്കൻഡറി സ്ട്രൈക്കറാണ്. സെക്കൻഡറി സ്ട്രൈക്കർ മാത്രമല്ല, ഐ തിങ്ക് ഈസ് എ സെൻട്രൽ ഫോർവേഡ് ഇൻ ഫാൾസ് നയനിലൊരു സെൻട്രൽ ഫോർവേഡും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നല്ല കളിയാണ് ആൾ എന്നെനിക്ക് 100%. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി നന്നായി കളിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളിതിനു പോലെ എനിക്ക് തോന്നുന്നു 2020 സീസണിൽ 2021 സീസണിൽ നമ്മുടെ ജോർഡൻ മൊറയല്ല, ഗാരി ഹൂപ്പർ ഇതുപോലെ വലിയൊരു സ്റ്റാറ്റസ് ആയിട്ട് നമ്മളവിടെ വന്നത്. എന്നിട്ട് ആളൊരു പരാജയമായി പോയത് പിന്നീടാണ്. നമുക്ക് ISL പകുതിയൊക്കെ എത്തിയപ്പോഴാണ് ആൾ ഗോൾ അടിച്ചു തുടങ്ങിയത്. പക്ഷേ എന്താ പറയുക, ആളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഗാരി ഹൂപ്പറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗോളുകളൊക്കെ ഒരു ക്ലാസിക്കൽ ലെവൽ ഗോൾസാണ്. പക്ഷേ ആൾ പോരായിരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ എന്നത് അൽവാരോ വാസ്കസ് നല്ല രീതിക്ക് കളിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന് സ്ട്രൈക്കർമാരെ പിക്ക് ചെയ്യാൻ നന്നാക്കി അറിയുന്നൊരു ആളായതുകൊണ്ട് തന്നെ എനിക്കിപ്പം കോൾഡോബേറ്റിൽ വലിയ രീതിക്ക് സീനായി തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതിൻ്റെ പെർഫോമൻസ് സൂപ്പർ കപ്പിൽ നമുക്ക് കാണാം. സോ ഇനി കോൾഡോബേറ്റ് മാത്രമല്ല, നമുക്ക് ഇനി മറ്റ് പ്ലേയേഴ്സിൻ്റെ ടാക്റ്റിക്കൽ അനലൈസുമായിട്ട് ഞാൻ ഇനി വരും. താങ്ക് യു.